മസീമത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില മൗലൂദൊക്കെ വെറും മൗലൂദ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെയാണ്. റസൂലുള്ളാഹിന്റെ സ്നേഹം വർദ്ധിക്കുന്ന ഏത് കവിതയും ചെല്ലാന്നാണ്. പക്ഷെ റസൂലുള്ളാഹിനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നോ മറ്റു കുരുത്തകളിലേക്ക് കൊണ്ടുപോകുന്നോ ആകരുത്. അതൊക്കെ ആവാ, ഇനി നമ്മളല്ലാന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഈ മൗലൂദുകൾ പുസ്തകം എടുത്തോളി. ഏത് മൗലൂദ്, മങ്കൂസ് മൗലൂദ് ഏത് വേണമെങ്കിലും എടുത്തോളി. മൗലൂദിൻ്റെ എത്ര 52 എത്ര മൗലൂദുള്ള എത്ര ബുക്കുണ്ട്. ഞാനത് മറന്നുപോയി. 52 വക മൗലൂദുണ്ട്. പണ്ട് തിരുവിതാംകാടി നടക്കുന്ന സാധനമുണ്ട്. എത്ര വകയെന്ന് മറന്നുപോയി. അതിൽ സലാത്ത്, നാരിയത്ത് സലാത്ത് ഇതൊക്കെ ഉണ്ട്. ഞാനിതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പഠിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം അത് എന്താ സാധനം വരെ ഓതുന്നത് നോക്കാൻ വേണ്ടി വായിക്കലാണ്, വേറെ കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ഒരു ഗഹനമായിട്ടുള്ള വായനക്ക് അത് വിധേയാക്കിയിട്ടില്ല. സാധനം വെറുതെ വായിച്ചു നോക്കി എന്തൊക്കെ സാധനങ്ങളുള്ള പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ മങ്കൂസ് മൗലൂദ് ചോദിച്ചു, ഞാൻ പോയിട്ട് മങ്കൂസ് മൗലൂദ് എന്തൊക്കെയെന്ന് പോയി നോക്കും, കുറച്ചുകൂടെ ഒന്ന്. അത്ര തന്നെയുള്ള അതിലുള്ളത്, അല്ലാതെ അതിൽ കാര്യമായിട്ടില്ല. അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ ഹദരത്ത് മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം റസൂലുള്ളാഹിനെ കുറിച്ചിട്ടൊരു മൗലൂദ് എഴുതിയിരിക്കണം. ഒന്നല്ല പലത് എഴുതിയിരിക്കണം. അതിൽ പ്രധാനപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്, ഷറഹുൽ ഖസീദ എന്ന്, പിന്നെ ഖസീദ എഴുതിയിട്ടുണ്ട് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട്. അപ്പോൾ യായന ഫൈലില്ലാഹി വൽ ഇർഫാനി യസ്സായിലേക്കൽ ഖൽഖു ഖല്ലമാനി എന്ന് തുടങ്ങുന്നുണ്ട്. അതിൽ ഒരു ഇതാണ്, ലാഷക്ക അന്ന മുഹമ്മദൻ ഖൈറുൽ വറ റൈഖുൽ കിറാമി വനുഹുബത്തുൽ അയാനി. അതിനുശേഷം വരുന്നത് ഖദ് മാത ഈസ മുത്തരിഖൻ വനബിയുന ഹയ്യും വറബ്ബി ഇന്നഹു വഫാനി വല്ലാഹി ഇന്നി ഖദ് റഅയ്തു ജമാലഹു ബി ഉയൂനി ജിസ്മി ഖായിദൻ ബി മക്കാനി. ഈസാ നബി എന്നും മരിച്ചുപോയി, എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ജീവിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹുവാണ് സത്യം. ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ആ പ്രവാചകനെ എൻ്റെ ഈ കണ്ണുകൊണ്ട് നേരിൽ കണ്ടിരിക്കുന്നു ആത്മീയ ദർശനത്തിൽ. ജിസ്മി യതീറു ഇലൈക മിൻ ഷൗഖിനല യാ ലൈത കാനത്ത് ഖുവത്തു തയ്റാനി. എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം ആ പ്രവാചകനിലേക്ക് പറന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് പറക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അഭിലേഷിക്കുന്നു. അങ്ങനെ ഒരു കവിതയുണ്ട്. അത് നിങ്ങൾ വായിക്കാൻ എപ്പോഴും സമയം കിട്ടാണ് വായിച്ചു. ഷറഫ് ഖസീദ മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മണിവരയ്ക്കും വാങ്ങിക്കൊള്ളണം. ഇതൊക്കെ ഞങ്ങൾ ഓതാറുണ്ട്, ചൊല്ലാറുണ്ട്, പഠിക്കാറുണ്ട്. ഞങ്ങളെ കുട്ടികളെ പഠിക്കുന്ന സമ്മാനം കൊടുക്കലുണ്ട്. എൻ്റെ 2 മക്കൾക്കും അത് 70 കവിതകളാണ്, 70 കഴിയും കാണാപ്പാടാണ്. അവരത് ദിവസം ചൊല്ലാറുണ്ട്. അതെന്തിനാ വെച്ചാൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം വളരാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്. അത് ചൊല്ലിയാൽ വളരുമെന്ന് അദ്ദേഹം പറയുകയും ഞങ്ങളതിൻ്റെ അനുഭവസ്ഥരാണ്. കുറേ വിവർത്തനം 10-12 വിവർത്തനം ചെയ്തിക്കണ്. അല്ല, അതിൽ കുറേ ഉണ്ട്. 12 ചെയ്തിക്കണ്. 100 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. നമ്മളെ ഖുർആൻ മലയാളത്തിലൊന്ന് 1965-ലാണ്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ആണ് വരുന്നത്. ഖുർആൻ ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇത്രയും മലയാളികളുണ്ടായിട്ട് 1965 ഞങ്ങളെ നാട്ടുകാർ, ഇടത്തനാട്ടുകാരക്കാരാണ് തുടങ്ങിയത്. അല്ല, നെല്ലൂർക്കാർ. അത് KP നിഗം മൗലാളി പറഞ്ഞ് നമുക്ക് ഖുർആൻ്റെ ഒരു തർജ്ജമ ഉണ്ടായ നല്ലതാണ്. അങ്ങനെ അമാനി മൗലവിയും CN അഹമ്മദ് മൗലവിയും A ആലിപ്പറ്റ മൗലവിയും ഒക്കെ പാടെ കൂടിയിട്ട് മണ്ണാർക്കാട് യോഗം തുടങ്ങി. അത് തുടങ്ങി കഴിയുമ്പോൾ അവസാനം ഇയാൾ ഒരു ഖുർആൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ദി ഹോളി ഖുർആൻ എന്നാണ് ഇംഗ്ലീഷ് അറിയുന്ന ആളായിരുന്നു. അഹമ്മദ് ജമാഅത്തിൻ്റെ 2ാമത്തെ ഖലീഫയിൽ ബുക്ക് വായിക്കാൻ കൊടുത്ത്, അന്നത്തെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ്. അത് വായിച്ചപ്പോൾ ബല പിരിച്ചു വിട്ട്. ഇനി അത് നിങ്ങൾ എഴുതിയ ശരിയാവില്ല, എഴുതാനുള്ള ആൾ വേറെ വന്നിരിക്കുന്നതാണ്. അതിനുശേഷം അമാനി മൗലവി അത് തുടർന്നു, CM വേറെയും തുടർന്നു. അങ്ങനെ CNൻ്റെ തർജ്ജമ ആദ്യമായിട്ട് 1965 വരുന്നത്. അതിപ്പോൾ 65 എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഖുർആൻ തർജ്ജമ. അതിൻ്റെ അവസ്ഥ ഖുർആൻ പ്രസൻ്റ് ആയിട്ടല്ലല്ലോ. അഹമ്മദ് ജമാഅത്തിൻ്റെ പല പുസ്തകങ്ങളും തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനൊരു സഭയുണ്ട്. ആ തർജ്ജമ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം എന്ന് പറഞ്ഞാൽ എത്ര എട്ടാവട്ടത്തിലുള്ള ലാംഗ്വേജ് എന്ന് അറിയുന്നത്. ലോകത്ത് എത്രങ്ങാനും ഭാഷകൾ, 5000 ഇഷ്ടം ഭാഷകളും 4000 ഇഷ്ടം എഴുതുന്ന ഭാഷകളും ഉണ്ട്. അതിലെ പ്രധാന ഭാഷകൾ ഇംഗ്ലീഷ് പോലുള്ള, അറബി പോലുള്ള ഭാഷകളാണ്. അതിലൊക്കെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് വന്നിട്ടുണ്ട്. മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. തെദിക്കിറ എന്ന് പറഞ്ഞിട്ട് മിർസാ സാഹിബ് എഴുതിയൊരു ഗ്രന്ഥമല്ല, ഒരു ഗ്രന്ഥമുണ്ട്. തെദിക്കിറ എന്ന് പറഞ്ഞത് മിർസാ സാഹിബിന് അള്ളാഹു തന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പല ഗ്രന്ഥങ്ങളിലും പല സമയങ്ങളിലും പറഞ്ഞ കാര്യങ്ങളെ ആ എഴുതിയ ആളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനൊക്കെ പാടെ ക്രോഡീകരിച്ച് എഴുതിയതാണ് തെദിക്കിറ എന്ന പുസ്തകം. അല്ലാതെ മിർസാ സാഹിബ് എഴുതിയ പുസ്തകമല്ല. മലയാളത്തിലില്ല. അത് ഉറുദുവിലും അറബിയിലും ഫാർസിയിലും ഉള്ള വചനങ്ങളാണുള്ളത്. അതങ്ങനെ തന്നെ കിട്ടും.
അപ്പോൾ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഈ അഹമ്മദിയ ജമാഅത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ അഹമ്മദിയ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ നരകത്തേക്ക് പോകേണ്ടി വരും. അല്ലാന്താ നരകത്തേക്ക് പോകേണ്ടി വരും, മരിച്ചു എന്നിട്ട് പോകേണ്ടി വരും. അല്ലാന്താ ചെയ്യാ? അതായത് നിങ്ങൾ നരകത്തിൽ പോകേണ്ടിരുന്നത് നമ്മളെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ പോകുന്നല്ല ഞങ്ങൾ പറയണത്. അത് അള്ളാൻ്റെ ഫതിലാണ്. നരകത്തേക്ക് സ്വർഗത്തിൽ ഇന്നെ തന്നെ എടുക്കാറുള്ളതെന്ന് എനിക്കറിയില്ല. പടച്ചവൻ്റെ ഫതിലുണ്ടെങ്കിൽ ഞാൻ പോകും എന്നേ പറയാൻ പറ്റുള്ളൂ. അത് കാഴ്ചപ്പാട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരൻ ലൗലാക്കലമ്മ ഖലഖ്തുൽ അഫ്ലാക്ക് എന്നുള്ളത് ആണെന്ന് പറയുന്നത്. ലോകം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ പ്രൊസീജിയറായിട്ടാണ് അള്ള കൊണ്ടുവരലുള്ളത്. സൃഷ്ടിപ്പിന് റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് മുന്നേറുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ ലക്ഷോപലക്ഷം കൊല്ലങ്ങൾ എടുത്തിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിൽ പല ഘട്ടങ്ങളായിട്ടാണ് ഖുർആൻ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. വെള്ളമായിരുന്ന ശേഷം കളിമണ്ണായിരുന്ന അവസ്ഥ, അതിനുശേഷം ലം യകു ഷൈഅ, ഷൈ എന്ന് പറയാൻ പറ്റാത്തൊരു കാലം, അതിനുശേഷം ബുദ്ധിയുള്ളൊരു മനുഷ്യൻ്റെ അവസ്ഥ, നബാത്ത മുളപ്പിച്ചു വരുന്ന ഒരു കാലം. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ്റെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നിട്ടല്ല ആദനവിനെ അയക്കുന്നത്. ഒരു പ്രത്യേക സമയത്ത് ആദനവിനെ അയക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും ഭൗതികമായിട്ടുള്ള വളർച്ചയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മനുഷ്യന് ഉൾക്കൊള്ളാവുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യത്തിലേക്ക് എത്താനുള്ളൊരു മാർഗം ഏതാ കൊടുത്തത്? മുഹമ്മദ് നബിനെ അയച്ചിട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊസീജിയർ അള്ള ചെയ്തിട്ട് അതിൻ്റെ അവസാന പരിണാമഗുപ്തിയിൽ ചെയ്യുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന് ശരീഅത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അള്ള തുടങ്ങിയ പ്രൊസീജിയർ അതിന് വേണ്ടി തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് ഹദീസിന്? വളരെ വ്യക്തമല്ലേ അത്? പക്ഷേ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനാണല്ലോ പറയുന്നത്. അവിടെ എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരായിക്കൂടാത്തത്? മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ബാക്കി എല്ലാ പ്രവാചകനും പെടും. കാരണം മറ്റു പ്രവാചകന്മാർ കൊടുന്ന വല്ല എല്ലാ ശാശ്വത സത്യങ്ങളും ദീനുൽ ഖയ്യിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊരു കാര്യത്തെയും ലാസ്റ്റ് റിസൾട്ടിനാണ് എടുത്ത് പറയല്ലേ. പന്തളിയിൽ ഫൈനലായി പറയുള്ളൂ. കളി കുറേ നടക്കും. ക്രിക്കറ്റിൻ്റെ ഫൈനൽ മാച്ചിനെ കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ. മറ്റേ കളി ഇഷ്ടംപോലെ സെമി ഫൈനൽ നടക്കും, അതിൻ്റെ മുമ്പുള്ള സാധാരണ മാച്ച് നടക്കും, ക്രോസ് ഇത് നടക്കും, ഒക്കെ നടക്കും, ടോസ് ഇട്ട് കുറേ ജയിക്കും. പക്ഷേ ഫൈനലിൽ ചർച്ച ചെയ്യുള്ളൂ. ഫൈനലിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി നടന്നിട്ടില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിനെ പറ്റി. അതായത് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഈസാ നബി അള്ളാഹ്ക്ക് ആയിക്കൂടായിരുന്നു. അത് അപ്പോഴും ഈ ചോദ്യം ബാക്കി ഉണ്ടാവും. നിങ്ങളിപ്പോൾ ചോദിക്കണ ചോദ്യം എന്തുകൊണ്ട് ഈസാ നബിനെ സ്വീകരിച്ചു, എന്ത് ഇബ്രാഹിമിനെ സ്വീകരിക്കാൻ? അപ്പൊ ഏതെങ്കിലും ഒന്ന് എടുക്കണല്ലോ. ഒന്ന് എടുക്കണം. എടുക്കാനുള്ള നേരാകുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എടുക്കാനുള്ള നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയപ്പോഴാണ് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിൽ ലോകം എത്തുന്നത്. ആ വളർച്ചയിൽ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു വളർന്ന്, അതായത് അള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഖുർആനിൽ പറഞ്ഞ സൃഷ്ടിപ്പിൻ്റെ കാര്യവും ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യമൊക്കെ ഒരു മനുഷ്യനോടും പറഞ്ഞാൽ മനസ്സിലാകുന്ന ലോകം അന്ന് ഉണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് എന്തൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും എന്നറിയാം മുഹമ്മദ് ഇത് മനസ്സിലാക്കുന്ന ഒരാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത്. അത് എത്ര സന്തോഷത്തിലായിരിക്കും അത് ആലോചിച്ചിട്ടുണ്ടാവുക അറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തിയ ഒരു പ്രകാശം എല്ലാ വിധത്തിലും ശുദ്ധമായിട്ടുള്ള ഒന്ന് റസൂലുള്ളാഹിന്റെ കാലമായപ്പോഴേ അത് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടാൻ കാരണം. അതെന്താണ് അങ്ങനെ ഒരു രീതി എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഫൈനൽ അതാണ്. പരിണാമഗുപ്തിയിൽ മുഹമ്മദ് നബിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സാധനം. മുഹമ്മദ് നബിയെ പടക്കാൻ കൊണ്ടുവന്നത് എന്നാണ്. മുഹമ്മദ് നബിയെ കൊടുന്നുകൊണ്ടാണ് അള്ളാഹിന്റെ ലക്ഷ്യം, മനുഷ്യരാശിയുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ അതിന്റെ ഫൈനലിൽ എത്തുന്നത്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷെ ലാസ്റ്റ് പോകുന്നവൻ തന്നെ ഫസ്റ്റ് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിലേക്ക് വരുമ്പോഴും സെന്ററിൽ വന്ന ആളുണ്ടാവും, ചിലപ്പോൾ ലാസ്റ്റ് പോകും. അങ്ങനെ ഉണ്ടാവുക എന്ത് സംഭവിക്കും, അങ്ങോട്ടും പോകും. ഫസ്റ്റിൽ വന്നത് തന്നെ ലാസ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ആ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കപ്പെടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാരണം ആയിട്ട് എടുത്തു, അതുപോലെ. പക്ഷെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കപ്പെടാൻ എന്തുകൊണ്ട് മുഹമ്മദ് നബി കാരണക്കാരനായിട്ടുള്ളതാണ്? അങ്ങനെ കാരണക്കാരെന്നല്ല പറഞ്ഞ ലൗലാക്കലമ്മ ഖലഖ്തുൽ അഫ്ലാക്ക്, താങ്കളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പൊ താങ്കളെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത് താങ്കളെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. എൻ്റെ ലക്ഷ്യം പൂർത്തിയാകുമായിരുന്നില്ല.
അല്ലേ പറയണുള്ളൂ. അതിലെന്തൊരു പ്രശ്നം എന്നുള്ള പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കിയാൽ പറയും. ഇതങ്ങനെ താങ്കളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായാലും ലോകത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ആകുമായിരുന്നില്ല. അപ്പൊ താങ്കളെ ഇവിടെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അള്ളാഹു താങ്കളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് എന്തായത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു സംഗതി അതിൽ വരുന്നുണ്ട്. അതുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു? മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, അള്ളാഹു സൃഷ്ടിക്കാൻ കഴിയില്ല. ഇവിടെ ഇംകാനി ബാസ് എന്ന് പറയുന്നത് ലോജിക്കില് കഴിവല്ല പറയുന്നത്. മുഹമ്മദ് നബിനെല്ലാം ആരെയും സൃഷ്ടിക്കാതെ അള്ളാഹ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താ ഉണ്ടായത് എന്നുള്ള പറയുമ്പോൾ അതാണ് എടുത്താൽ പോരെ. എന്താ ഉണ്ടായത് എന്നുള്ള പറഞ്ഞെടുക്കാതെ അതിന് പറ്റൂല ഇതിന് പറ്റൂല എന്ന് വെച്ചാൽ അപ്പോൾ അത് പറ്റൂലെങ്കിൽ അത് എടുത്തൂടെ. അതാണ് കഴിവിനെ കുറിച്ച് ചർച്ചയല്ലല്ലോ അവിടെ നടക്കുന്നത്. നടന്നത് എന്താണെന്ന് അള്ള തന്നെ പറയാണ്. എന്നിട്ട് എന്തുകൊണ്ട് മറ്റേ നടന്നില്ല? അത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായില്ല, നടന്നില്ല തന്നെ. വേറെന്താ കാര്യം? അള്ളാഹ്ക്ക് എന്താ ഇഷ്ടപ്പെട്ടിയത്? പക്ഷെ അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു ഇതുമാണ്. എന്ത് വ്യക്തതയാണിത്? ഒരു ഹദീസിൽ ഞാൻ എന്താണ് ആദം മണ്ണിലും എന്താണ് മണ്ണിന്റെയും ജലത്തിന്റെയും ഇടയിൽ ആയിരുന്ന സമയത്ത് ഞാൻ നബിയായിരുന്നു. ഞാൻ ഖാത്തമുൻ നബീന കുന്തു ഖാത്തമുൻ നബീന വഅന്ന ആദമുൻ ബൈനൽ മായി വത്തീൻ. വേറൊന്ന് മുൻജദിലും ബൈനൽ മായി വത്തീൻ വേറെ ഹദീസിലുണ്ട്. ഹദീസുൽ മുസ്നദ് ബിൻ അബ്ദുൽ അന്ന് പ്രവാചകനും നബിയായിരുന്നു. അന്ന് നബിയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്ദല്ലാഹി എന്നവിടെ ഹദീസിലുണ്ട്, അള്ളാന്റെ അടുത്ത് നിന്നാണ്. അല്ലാതെ നേരത്തെ ഇവിടെ ഇറങ്ങി വന്നൊന്നും അതിലില്ല. ഒരു നബി ആവണമെന്നുണ്ടെങ്കിൽ നബി ആവണം ഖാത്തമുൻ നബീന ഇന്ദല്ലാഹി, അള്ളാന്റെ അടുത്ത് നിന്നാണ്. അള്ളാന്റെ സന്നിധിയിൽ, അള്ളാന്റെ അറിവില്, അള്ളാഹുവിന്റെ അറിവില്, അള്ളാഹുവിന്റെ നുബുവത്തിന്റെ ഒരു തക്ദീർ, അള്ളാഹിന്റെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നബി ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ആദം മണ്ണിന്റെയും ജലത്തിന്റെയും ഇടയിലായിരുന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയല്ല. പറഞ്ഞു ഞാൻ നബി ആയിരുന്നു എന്നാ പറഞ്ഞു. നബി എന്നത് കൊണ്ട് ഖാത്തമുൻ നബീനായിരുന്നു, നബിയൊന്നും അല്ല. ഞാൻ ഖാത്തമുൻ നബീനായിരുന്നു അള്ളാന്റെ അടുത്ത്. നബി റസൂൽ എന്ന് മാത്രം, റസൂൽ നബി ആയിരുന്നു എന്ന് പറയുന്നത്. അതായത് ആദം മണ്ണിന്റെയും ജലത്തിന്റെയും ഇടയിലായിരുന്നപ്പോൾ ഞാൻ നബിയായിരുന്നു അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഞാൻ മണ്ണിന്റെയും ജലത്തിന്റെയും ഇടയിൽ, ആദം മണ്ണിന്റെയും ജലത്തിന്റെയും ഇടയിലായിരുന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. ഇവിടെ നബി എന്ന് പറയുന്ന പ്രയോഗം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നുബുവത്ത് ആ സെൻസ് അവിടെ എന്താണ് നുബുവത്തിൽ? അവിടെ അതിനാളുണ്ടാണെന്ന് നിർബന്ധമല്ല. അപ്പൊ ദുനിയാവിലുള്ള എല്ലാ മേശയും കസേരയൊക്കെ അടിച്ച് പൊടിച്ച് കളഞ്ഞ് എന്നിട്ട് നിങ്ങളോട് പറയാം കസേര വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിലെ സെൻസ് ഉണ്ടാവില്ല. ആ സെൻസിനെയാണ് അവിടെ എടുത്ത് പറയുന്നത്. അവിടെ മെറ്റീരിയലായിട്ടൊരു സാധനം ഇല്ലല്ലോ, ഇല്ലാത്ത സാധനം ഉണ്ടായിരുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. നുബുവത്തിനെ കുറിച്ചുള്ളൊരു സെൻസ് ഉണ്ട്. അത് ഖാത്തമുൻ നബീനെ കുറിച്ചൊരു സെൻസ് ഉണ്ട്. ആ ഖാത്തമുൻ നബീൻ്റെ സെൻസ് പ്രവാചകന്മാർ വരുന്നതിന് മുമ്പേ ആ സാക്ഷിമുദ്രയുടെ സെൻസ് അവിടെ ഉണ്ട്. അല്ലാതെ ആളില്ലല്ലോ, ഇല്ലാത്ത തന്നെയല്ലേ പറയണത്. ആദമിനെ തന്നെ പടച്ചിട്ടില്ല. അപ്പം ഞാനില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും അള്ളാൻ്റെ അടുത്താണെന്ന് പറയണത്. അപ്പോൾ ആ സെൻസിനെ കുറിച്ചിട്ട്, ഖാത്തമുൻ നുബുവത്തിൻ്റെ സെൻസിനെ കുറിച്ചിട്ടാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു വാദമുണ്ടോ? ആദം ഒന്നല്ല എന്നുള്ളത്, ആദമിന് മുമ്പും മനുഷ്യരുണ്ടായിരുന്നു അങ്ങനൊരു വാദമുണ്ട്. ആദം നബി എന്ന് പറയുന്ന ഒരു നബി ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. നബി വരുന്നത് മുബശ്ശിരീനും മുൻദിരീനാണ്. ജനങ്ങൾക്ക് താക്കീത് നൽകാനാണ്. ഇപ്പോൾ സ്കൂളില്ലാതെ മാഷുണ്ടാക്കിയിട്ട് ആദ്യം കാര്യമില്ലല്ലോ. ആദ്യം സ്കൂളും കുട്ടികളൊക്കെ ഉണ്ടാവും, എന്നിട്ടാണ് മാഷ അയക്കുക. ആദമിനെ ആദ്യം പടച്ച മനുഷ്യനാണ് എന്ന നിലയിൽ ഖുർആൻ എവിടെയും അവതരിപ്പിച്ചിട്ടില്ല. ചില ആയത്തുകൾക്ക് തെറ്റിദ്ധാരണകളുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആദമിനെ ഇവിടെ പടക്കുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ള പറയുന്നുണ്ട്. ഈ മണ്ണിന്ന് കളിമണ്ണൊന്നും ഉണ്ടാക്കി എന്നൊക്കെ പറയണ്ടല്ലോ, ഇതൊന്നും ഖുർആൻ പറഞ്ഞല്ല. ആദമിൻ്റെ സൃഷ്ടിപ്പിൽ, ആദം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ എന്തെല്ലാം അതിൻ്റെ ഗുണങ്ങളുണ്ടെന്ന് ഖുർആൻ പറയുന്ന സ്ഥലത്ത് കളിമണ്ണ് കൊണ്ട് മുട്ടിയാൽ ഒച്ചുണ്ടാകുന്ന സമയത്തൊക്കെ പറഞ്ഞത് ഇന്ന് സയൻറ്റിഫിക്കായിട്ട് മനുഷ്യൻ ജീവജാലങ്ങളുടെ കണ്ടുപിടുത്തം, ജീവജാലങ്ങൾ എന്നുണ്ടായിരുന്നു ലക്ഷോപലക്ഷം കൊല്ലങ്ങൾക്ക് ഉണ്ടാകുന്ന കാലത്ത് ഈ കളിമണ്ണിൻ്റെ അവസ്ഥയും അഗ്നിയുടെ അവസ്ഥയും തീൻ്റെ അവസ്ഥയും അത് വെള്ളത്തിൽ വരുന്ന സമയം ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞേക്കണേ. ആദമിനെ പ്രവാചകനായിട്ട് പറയുന്ന ആദം ജനങ്ങൾ ഉണ്ടാകുമ്പോഴേ അയക്കാൻ പറ്റുള്ളൂ. അതിന് ഒന്നാമത്തെ തെളിവ് അവിടെ പറയുന്നത്
പ്രവാചകനായിട്ട് വരുന്ന ആദമിനോട് സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ പറയുമ്പോൾ ഉൽ നഹ്ബിത്തു മിൻഹ ജമിയ, നിങ്ങളിവിടുന്ന് എല്ലാവരും പുറത്തേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ ആളുണ്ട് അവിടെ കുറേ. അപ്പോൾ അത് പറയുന്നതിൽ ഖുർആനിൽ പറയുന്ന ഒരു ആദമുണ്ട്. ആ ആദം, പ്രവാചകനായ ആദം, അത് ആദ്യം ഉണ്ടായ മനുഷ്യനാണ് എന്ന് ഖുർആനെ കൊണ്ട് സ്ഥാപിക്കാൻ പറ്റുന്നില്ല. ഖുർആൻ്റെ പല ആയത്തുകളും അതിനെതിരായിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ അഹമ്മദ് ജമാഅത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, 4ാമത്തെ ഖലീഫ എഴുതിയൊരു ഗ്രന്ഥമുണ്ട്, റവല്യൂഷൻ റേഷണാലിറ്റി അബൌട്ട് നോളജ് ആൻഡ് ട്രൂത്ത്. അതിൻ്റെ മലയാളം എന്താണ്? മലയാളത്തിൽ വിവർത്തനമുണ്ട്. അതിൽ ഈ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് റിസർച്ചുകളും ഖുർആൻ്റെ ആയത്തുകളും വെച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുസ്തകം വായിച്ചാൽ എളുപ്പമുണ്ടാകാൻ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുക എത്തില്ല. അത് നേരം കൊടുക്കണം പറഞ്ഞാൽ എത്തില്ല. മനുഷ്യരുണ്ട്. ഖുർആന് അത് ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ നിങ്ങൾ എടുത്ത് വായിക്കണം. വളരെ അറിവാല്ല മനുഷ്യൻ ഇന്നുള്ള നിങ്ങളും ഞാനൊക്കെ ഉള്ള മാതിരി, നിങ്ങളും ഞാനൊക്കെ ഉള്ള മാതിരി തന്നെ, മജ്ജയും മാംസവും ഉള്ള നിങ്ങളും ഞാനൊക്കെ ഉള്ള മാതിരത്തെ മനുഷ്യന്മാർ. ബുദ്ധിപരമായ വളർച്ചയിൽ കുറച്ച് കമ്മി ഉണ്ടാവും, ബാക്കിയാകുന്നുണ്ടായിരുന്നു. അതിന് ഖുർആൻ്റെ ആയത്തുകളാണ് തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ആദൻ പ്രവാചകൻ എന്ന് പറയുമ്പോൾ മനുഷ്യരിലേക്ക് അയച്ചെന്ന് ഖുർആൻ പറയുന്നത്. അത് മനുഷ്യരുണ്ടാവണല്ലോ, അല്ലാതെ എങ്ങനെ നയിക്കല്? സൃഷ്ടിക്കാൻ പോകാന്നല്ല ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജായിലും ഫിൽ അർലി ഖലീഫ, ഞാൻ ഖലീഫയാക്കാൻ പോകാന്നാണ്. ഖലീഫയാക്കണേ ആള് വേണമല്ലോ. ഖലീഫ അയക്കൽ ആളുകൾ അടിയിക്കാണല്ലോ. അല്ല വെറുതെ ഖലീഫ ഉണ്ടായിട്ട് ആദ്യം ഖലീഫ ഉണ്ടാക്കിയ പിന്നെ ആളുണ്ടാക്കലുണ്ടാവില്ലല്ലോ. ഇതൊക്കെ റബ്ബുക്കലിൽ മലായിക്ക, മലായിക്കത്തിനോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. ഇന്നി ജായിലും ഫിൽ അർളി, നിശ്ചയം ഞാൻ ഖലീഫമാരെ സൃഷ്ടിക്കുന്നവനാണ്. ഞാൻ ഒരു ഖലീഫയെ ആക്കാൻ പോകുന്നു, നിയമിക്കാൻ പോകുന്നു. ഖാലു തജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അവർ പറഞ്ഞു നിങ്ങൾ അതിൽ രക്തം ചിന്തുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് താങ്കൾ, അള്ളാഹ് നീ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മലക്കൾ ചോദിക്കുന്നു. അവിടെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവിടെ പപ്പുണ്ടാക്കാനുള്ള ആൾക്കാരൊക്കെ. ലൗഹിൽ മഹ്ഫൂദ് അത് ഖുർആനാണ്. നസ്സല അല ഖൽബി മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഹൃദയത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സ്ലേറ്റ് എവിടെയോ വെച്ചിരിക്കണം, അങ്ങനത്തെ സ്ലേറ്റ് നമുക്ക് അറിയില്ല. അത് സ്കൂൾ പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള സ്ലേറ്റ് വാട്സാപ്പിൻ്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു ശേഷം അല്ല, ആദം നബി ഇപ്പൊ പ്രതിനിധിയെ അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആദം നബി ഉണ്ടല്ലോ, ആദം നബി എന്നല്ലേ മുമ്പുള്ളത്? അതേ ആദം നബി എന്നാണോ? അപ്പൊ ഇവിടെ മണ്ണെടുത്ത് ഉപയോഗിച്ചെന്താണ്? മണ്ണവിടെ ഉപയോഗിച്ചിട്ടില്ലേ? അതായത് മണ്ണിനെ കൊണ്ട് സൃഷ്ടിച്ചില്ല, അതിനെ സംബന്ധിച്ചുള്ള മണ്ണിനെ കൊണ്ട് കുലിക്കൽ ഇൻസാനും അജലും ധൃതിനെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ കുറച്ചാണ്. ധൃതി എന്നാണ് സൃഷ്ടിച്ചതെന്നാണ്. ധൃതിയ സാധനമല്ല, മെറ്റീരിയൽ അല്ലത്. അപ്പൊ മണ്ണ് എന്ന് പറഞ്ഞത് മണ്ണിന്റെ ഗുണമുണ്ട്. മറ്റേ പറഞ്ഞ ഖലഖതഹു മിൻ നാർ, ഇബ്ലീസിനെ സൃഷ്ടിച്ചത് സാധനമില്ല ജിന്നപ്പൊട്ടാണ് ഓനെ ഞാൻ തീന്ന് സൃഷ്ടിച്ചു. അപ്പൊ തീയിന്റെ ഗുണം, നശിപ്പിക്കുന്ന ഗുണം, അഹങ്കാരത്തിന്റെ ഗുണം, എവിടെ ഒതുങ്ങാത്ത ഗുണം. മണ്ണിന്റെ ഗുണം, അത് കളിമണ്ണാണ്. പാത്രം ഉണ്ടാക്കുമ്പോൾ എവിടേക്ക് വേണില്ല, മുട്ടിയാലോട് കളിമണ്ണാണോ പറഞ്ഞത്, മുട്ടിയാൽ ഒച്ച വരുന്ന കയ്യിന് വഴങ്ങുന്നതാണ്. ആ ഗുണം മനുഷ്യന് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ തന്നിൽ കാണിക്കുവാനുള്ള, മദ്ഹറുള്ള അള്ളാഹുവിൻ്റെ പ്രഭാവമായി വെളിപ്പെടാനുള്ള ശക്തി അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. സൃഷ്ടിപ്പിൻ്റെ സ്വഭാവത്തെയാണ് പറഞ്ഞത്, മനുഷ്യൻ്റെ പ്രകൃതത്തെയാണ് അവിടെ വിവരിച്ചത്. അല്ലാതെ വർഷം ഇങ്ങനെ മണ്ണൊക്കെ ഉണ്ടാക്കി വൃത്തി ഉണ്ടാക്കിയിട്ട് അതിന് ഇങ്ങനെ ആദമുണ്ടാക്കി റെഡിയാക്കിയിട്ട് മറ്റേ നമ്മളെ ഈ ചെങ്ങന്മാർ ഇവിടെ സിമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി എന്നുള്ള അഭിപ്രായം കൊണ്ടുവരാൻ നിവൃത്തിയില്ല. പിന്നെ ഈ വാരിയിൽ നിന്ന് എന്നിട്ട് അതിൻ്റെ വാരിയിൽ നിന്ന് വേറെ അവ്വാനെ പടച്ചിരുന്നു. അവ്വാന്ന് സഹിയായ ഹദീസിൽ തന്നെയല്ല ഒരു പേര്. പിന്നെ ഈ വാരിയിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് അതൊരു പ്രയോഗമാണ്, അവരുടെ സ്വഭാവത്തെ അതിനെ വളക്കരുതെന്ന് പറഞ്ഞ റസൂൽ ഹദീസിൽ തന്നെ.
പറഞ്ഞത് ഹുലിഖിന മിൻ ളില്ലി എന്നാണ്. അവനുണ്ടാക്കി നല്ല സ്ത്രീകളുണ്ടാക്കിയതിനെ എന്നാണെന്ന്, എല്ലാ സ്ത്രീകളും ഉണ്ടാക്കിയ എന്നാണെന്ന്. അപ്പോൾ ആ വാരി എല്ലിനെ നീ വളക്കരുത്, അവരുടെ സ്വഭാവത്തെ. ഒരു വളഞ്ഞ് എന്ത് പറഞ്ഞാലും എന്നാലും ഞാൻ പറഞ്ഞു നടന്നിരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ആ സ്ത്രീ മനഃശാസ്ത്രത്തെ അറിഞ്ഞുകൊണ്ട് നീ പെരുമാറുകയാണെങ്കിൽ നിനക്ക് ഉപയോഗപ്പെടും. ആ മനഃശാസ്ത്രത്തെ അറിയാൻ നീ അവളെ ദ്രോഹിച്ചുകൊണ്ട് അങ്ങനെ നീ പറയണ അല്ല എന്നാണ് അടിച്ചു പൊളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാശി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് പറഞ്ഞിന് ആദമിനെ പറിച്ചത്, ആദമിൻ്റെ വാരി ഊരിയും കണ്ട് കടന്നുറങ്ങുമ്പോൾ ഊരിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവനെ പറിച്ച് ഞങ്ങൾക്കല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇസ്ലാം സമ്പൂർണ്ണയത്വം എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചാൽ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മലയാളത്തിലുണ്ട് ആമിന അവസ്ഥ പ്രസിദ്ധീകരിക്കുന്നത്. ഏത് മനുഷ്യനെ അള്ള സൃഷ്ടിക്കുന്നത്? മുമ്പ് സൃഷ്ടിച്ചു വെച്ചതിന് ഈ പറഞ്ഞ ഗുണങ്ങൾ കൊടുത്തതാണ്. അല്ലല്ല, വീണ്ടും രണ്ടാമത്തെ മനുഷ്യനെ അള്ളാഹു പല ഘട്ടങ്ങൾ, അതാണ് ഞാൻ ബുക്ക് വായിക്കാൻ പറഞ്ഞത്, പല ഘട്ടങ്ങളിൽ. അതായത് മരത്തിന്റെ ഗുണമുള്ള സമയം മനുഷ്യന് നടന്നു പോയിട്ടുണ്ട്, വെള്ളത്തിന്റെ ഗുണം മാത്രമുള്ള സമയം ജീവജാലങ്ങളുടെ സൃഷ്ടിക്കുന്നത്. അത് സയന്റിഫിക് ആയിട്ട് റിസർച്ച് നടത്തിയിട്ടുള്ളതാണ്. അത് തണുത്തുറച്ച് അത് അഗ്നി പോലെ ആകുന്ന ഒരവസ്ഥ, തീ പോലുള്ള ഒരവസ്ഥയും ആ ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിൽ വന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ പല സൃഷ്ടിപ്പുകളുടെ പല ഘട്ടങ്ങളെ തരണം ചെയ്ത് ഒരു നിശ്ചിത ഘട്ടം എത്തുമ്പോഴാണ് മനുഷ്യൻ്റെ ഇതിൽ വരുന്നത്. ഇപ്പോൾ എയറോപ്ലെയിൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളിൽ പല സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് അസംബിൾ ചെയ്യുമ്പോൾ എയറോപ്ലെയിനാണ്. എയറോപ്ലെയിൻ അപ്പം ഉണ്ടാകണമെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാർട്സുകൾ എവിടേക്കോ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പല തലങ്ങളിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അത്തുവാറാണ്, പല ഘട്ടങ്ങളിലാണ് സൃഷ്ടിച്ചത്. അങ്ങനെ വന്ന് മനുഷ്യർ ഒന്നല്ല പല മനുഷ്യർ ഒന്നിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് സൃഷ്ടിപ്പിൽ. അങ്ങനെ ഉണ്ടാകുന്ന കൂട്ടത്തിൽ മനുഷ്യന് ബുദ്ധിപരമായ വികാസം ഇല്ലാത്തൊരു സമയമുണ്ട്. അതിനെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. ആ ബുദ്ധിപരമായിട്ടുള്ളൊരു വികാസം ഉണ്ടാകുമ്പോൾ ആ സമയത്താണ് അതിലൊരാളെ ആദമായിട്ട് അള്ളാഹു നിയോഗിക്കുന്നത്. ഇത് ഖുർആന്റെ കൺസെപ്റ്റ് ആയത്തിൽ വെച്ചുകൊണ്ട് വിവരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലും കാലം. അതാണ് ആലമുൽ അർവാഹാണെന്ന് പറയുന്നുണ്ട്. ആലമുൽ അർവാഹാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല. അതങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതേ ശരീരത്തിന്റെ വളർച്ചയിലാണ്, വളർച്ചയുടെ ഒരു ഘട്ടമാണ് പറയുന്നത്. അതിനെ കുറിച്ച് ഒരു പരാമർശമല്ല. ഭൂമിയിലെ ഏതോ ഒരു സ്ഥലം എന്ന് പറയാം. ഭൂമിയുണ്ട്, ഭൂമിയും അതിന്റെ മുമ്പ് തന്നെ ഭൂമിയുണ്ട്. ഭൂമിയുണ്ട്. സ്വർഗത്തിലാണ് പടച്ചത്, സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞാണ് ഭൂമിക്ക്. അത് ഒരുപാട് കാലം മുമ്പ്. ഇത് ആകാശവും ഭൂമിയും ഗോളങ്ങളൊക്കെ സൃഷ്ടിച്ച് ലക്ഷോപലക്ഷ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ജീവജാലങ്ങളുടെ തുടർച്ച ഉണ്ടാവുന്നത്. അതായത് ഇത് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് ആദമിനെ സൃഷ്ടിക്കപ്പെടുന്നത്. ഫസ്റ്റ് ആദമാണ്. അല്ലല്ല, ആദമ് നബിയാണ്. ആ കൂട്ടത്തില് എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ആദ്യം ഒരാളുണ്ടായത്, നാലാളുണ്ടായത് നമുക്കറിയില്ല. മനുഷ്യന്റെ പേര് ഇല്ലല്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് പറയാൻ ആദമിന്റെ മുമ്പ് മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ തുടക്കക്കാരന് എന്ന് പറയുന്ന ആ ഒരു ആളും എന്തായാലും ഉണ്ടാവില്ല. ഒരാളാണെന്നില്ലത്, കുറെ ആൾക്കാരാവാലോ. അന്ന് അവിടെ പ്രവാചകന്മാർ, ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് പ്രവാചകന്മാരുണ്ടായിരുന്നു? ഇല്ല, ഉള്ളതായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. അന്ന് സന്മാർഗം അവർക്ക് ആവശ്യമില്ല, അതിനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ പോത്തുകൾക്കൊന്നും നബി വരുന്നില്ലല്ലോ, ഇത്തരം വിഷയങ്ങൾ ഒന്നുമില്ലല്ലോ. മൃഗങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അക്കൽ ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തെ പിന്നെ കൊണ്ടുവന്നു എന്നുള്ള പറയുന്നത്. അതായത് അന്ന് ഈ മനുഷ്യന്റെ ഈ കമാലിയത്തില്ല. ഇല്ല, അതാണ് അതന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പിന്നെ അവരാ ചിന്തയും അവരാ രീതിയും ഉണ്ടായിരുന്നു. ഒന്നും ഖുർആൻ വിവരിച്ചിട്ടില്ല. ഒരു കാലം കടന്നുപോയി, മൃഗങ്ങളെ പോലുള്ള ഒരു കാലം കടന്നുപോയി. അക്കൽ പ്രയോഗിക്കുന്ന കാലം വന്ന് അപ്പോൾ അള്ളാഹ് നബിയെ അയച്ചിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചു. കാരണം അള്ളാഹു ഒന്നിനെയും വ്യക്തമായി ഒരു മാനദണ്ഡ ഇല്ലാതെ സൃഷ്ടിക്കില്ല. സൃഷ്ടിപ്പിന്റെ പ്രൊസീജിയറിലുണ്ട്. കോഴി മുട്ടയിടുമ്പോൾ കോഴിപ്പം എന്താ ഉദ്ദേശിക്കുന്ന മുട്ടയാണ് ആദ്യം ഇടുന്നത്. അതിന്റെ പ്രൊസീജിയറിലുണ്ട്. കോഴി കുഞ്ഞാണ് ഉണ്ടാവണമെന്നുള്ളൂ. കോഴി മുട്ട ഇടുന്നുണ്ടെങ്കിൽ ആ മുട്ട വിരിഞ്ഞിട്ട് ഉണ്ടാവണം, വേറെ കോഴി ഇവിടെ ഉണ്ടാവണം എന്നൊരു സംഭവം, ഒരു ഉദ്ദേശം കിടക്കുന്നുണ്ടല്ലോ. അതുണ്ടല്ലോ. അപ്പൊ ഇവിടെ മനുഷ്യന്മാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അള്ളാഹ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ മുഹബ്ബത്ത് വെളിപ്പെടുത്തണം. അള്ളാഹുവിന്റെ സ്നേഹം തന്റെ സൃഷ്ടികളിൽ വെളിപ്പെടുത്തണം. അത് മനസ്സിലാക്കുന്ന ഒരു സമുദായം ഉണ്ടാകണം. അവർ അള്ളാഹുവിനോട് ആ സ്നേഹം വെളിപ്പെടുത്തണം. വേറൊന്നുമില്ല. ഇവിടെ ഈ മരത്തലയന്മാരായിട്ടുള്ള ആളുകളിൽ എങ്ങനെ അള്ളാഹ് സ്നേഹം കിട്ടും? മരത്തലേനും അപ്പൊ ഉദ്ദേശം എത്തിയില്ലല്ലോ. അത് നബിനാക്കുമ്പോഴല്ലേ ഉണ്ടാകുന്നത്. മരത്തലയന്മാരായിട്ടുള്ള ആൾക്കാരിൽ മുഹബത്ത് ഉണ്ടാവൂല. അതിന്റെ മുമ്പ് തീയായിട്ടുണ്ടായിരുന്നു, അതിലും ഉണ്ടാവൂലല്ലോ. അതിന്റെ മുമ്പ്
ഇത് വെറും വെള്ളത്തിന്ന് പിന്നെ വെള്ളത്തിൽ നിന്നാണ് ഞാൻ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. അപ്പോൾ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന സമയത്തും പിന്നെ ലംയക്കു ഷെയ്, ഒരു ഷെയ് എന്ന് പറയുന്ന സാധനം തന്നെ എല്ലാത്തോടും ആരും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നെവിനെ വെച്ചിട്ട് മുഹബത്ത് ഉണ്ടാക്കിയിട്ട് പറ്റില്ല. ഒരു പ്രൊസീജിയർ അടക്കം പ്രൊസീജിയർ ആയിട്ടാണല്ലോ മനുഷ്യനുള്ളത് എത്തുമ്പോഴാണല്ലോ നെവിൻ്റെ കാര്യം. അപ്പോൾ ഈ ഖുറാനിലെ ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അത് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത് അങ്ങനെ സാധനത്തെ കുറിച്ച് ഖുറാൻ പറയണില്ല. മുമ്പ് അത് ആലമുൽ അർവാഹ് എന്ന് പറയല്ല. അലസ്തി മനുഷ്യനെ സൃഷ്ടിക്കും മനുഷ്യൻ. അലസ്തീർ ഇപ്പം എന്തായിട്ടാണ് അതല്ലേ ഇപ്പം നിങ്ങൾ ഞാനുള്ള തർക്കം. ആകെ നിങ്ങൾ ഞാനുള്ള പ്രശ്നം അതല്ലേ. തസ്തീറിൻ്റെ ഇപ്പം നിങ്ങളപ്പം പറഞ്ഞ ഞാൻ ലേക്കും കാലുബല മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ള നിക്ഷിപ്തമാക്കിയിട്ടുള്ള അള്ളാഹുവിനോടുള്ള എവിടെ വെച്ചാലും പരടിക്കാട്ടിനിട്ട് അള്ളാന്നറിയും. ആ പ്രകൃതത്തെ അള്ളാഹു ഒരു സിംബോളിക് ലാംഗ്വേജിൽ അവിടെ വിവരിക്കാണ്. ഇപ്പം ഈ ഇബ്ലീസും അള്ളയോട് വർത്തമാനം പറയാം. അതിനെ നമ്മളോടല്ലേ ആദ്യം പറയേണ്ട, ഇബ്ലീസിനെ കാണാൻ നല്ലതല്ലേ നമ്മൾ. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു നാടകം എങ്ങനെ വെക്കണം അതേമാതിരി വിവരിക്കുന്നുണ്ട്. ഇബ്ലീസിനോട് അത് പറഞ്ഞത് പറഞ്ഞു. ഇബ്ലീസിൻ്റെ മാനസികാവസ്ഥയും അള്ളാഹു അവനെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളും എടുത്ത് അള്ള പറയുന്നുള്ളതാണ്. ഇതേപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ള നിക്ഷിപ്തമായി ഫിത്രത്തുല്ലാഹുല്ലത്തി ഫത്രൻ നാസാലിഹ, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഫിത്രത്തിലാണ് പടച്ചിട്ടുള്ളത്. ആ പടച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ആ ഫിത്രത്തിലുള്ളതുകൊണ്ട് അള്ളതിന് അവർ ഉത്തരം നൽകും. ഈ അവൻ്റെ ജന്മസിദ്ധമായിട്ട് അവന് കൊടുത്തിട്ടുള്ള ഒരു ശക്തിയുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം അങ്ങനെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നമുക്ക് പറയുന്ന ഭാഷയിലല്ലേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ, സിംബോളിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോൾ ആലമുൽ അർവാഹാണ് എന്ന് റൂഹുകൾ ആദ്യം പടച്ചു എന്ന് പറഞ്ഞു. അത് കുറച്ച് അടങ്ങേറ് പിടിച്ച ഭാഷയാണ്. റൂഹ് പിന്നെ ഉണ്ടാകണമെന്ന് ഖുറാൻ ഹദീസിലൊക്കെ നമ്മൾ വായിക്കണമല്ലേ, 3-ാം മാസത്തിലാണ് റൂഹ് വരുന്നത്, അല്ല ഇന്ന സമയത്താണ് റൂഹ് വരുന്നത്. എല്ലാ റൂഹും കാടെ ആദ്യം തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഇതിൻ്റെ വാദമാണത്. ആര്യ സമാജികളെ റൂഹൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അള്ളത് കൂട്ടിച്ചേർക്കണ പണിയാണ് അള്ളാഹ്ക്ക് ഉണ്ടായിട്ടുള്ളതെന്ന്. റൂഹ് അനാദിയാണ്. പിന്നെ മനുഷ്യൻ്റെ പിന്നെ ജന്മങ്ങളിൽ പിന്നെ നിരന്തര ജുനൂനുകളിൽ എന്തേലും പറയല് പുനർജന്മ സിദ്ധാന്തം അതിൽ കുറിക്ക് ഇല്ലല്ലോ. ഇല്ല, റൂഹ് വേറെ. റൂഹ് ഇപ്പം ജനിച്ചതിന് ശേഷമുള്ള റൂഹാണ്. മനുഷ്യൻ്റെ ഇപ്പോൾ തീയ് പിന്നെ കല്ലിലില്ല, പക്ഷെ കൊത്തുമ്പോൾ തീയാണ് വരുന്നത്. ഇതേപോലെ മനുഷ്യൻ്റെ ബീജത്തിൽ വേദസ്ഖണത്തിൽ തന്നെ റൂഹിനെ അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അതിനും അടുത്ത ലോകത്തേക്ക് ജീവിക്കണം. ഈ ലോകത്ത് നമ്മുടെ കൂടെ ഉള്ളത് റൂഹാണ്. യസ്അലൂനക അനി റൂഹി കുലിർ റൂഹി മിൻ അംരി റബ്ബി. റൂഹിനെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു, നീ അവരോട് പറയുക എൻ്റെ റബ്ബിൻ്റെ അമ്രാണെന്ന്. ഇപ്പം കൽപ്പന, അപ്പം ഞാൻ ഒരാളോട് പറയും ഇരിയട അവിടെ എന്ന് പറയണം, ഇരിക്കുകയാണ് അയാൾ. കൽപ്പിക്കാൻ കഴിവുള്ള ഒരാൾ പറയും ഇരിയാതെ ഇരിക്കും. അതിൻ്റെ ആജ്ഞാശക്തി എന്ന് പറയും. ഈ ശക്തിയാണ് അള്ളാഹുവിൻ്റെ ആജ്ഞാശക്തിയെ സ്വീകരിക്കാനുള്ള ഒന്നാണ് റൂഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് വെളിപ്പെടാനുള്ള അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയാൻ വേണമെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന് ഭൗതികമായ ലോകത്താൻ്റെ സിഫത്തുകൾ കൊണ്ട് വെളിപ്പെടേണ്ടി വരും. അള്ളാഹു വറാവുൽ വറ, ഏറ്റവും പിന്നിലുള്ള അങ്ങേയറ്റത്തുള്ള ഒന്നാണ്. അള്ളാഹ് ജഡികമായിട്ട് ഇങ്ങോട്ട് വരില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കൊണ്ട് അള്ളാഹ് നമ്മളിൽ വെളിപ്പെടുന്നു. അങ്ങനെ അള്ളാഹുവിന് വെളിപ്പെടാനുള്ള ഒരു രംഗമാണ് റൂഹ്. അംർ റബ്ബ്, അള്ളാഹിൻ്റെ കൽപ്പന ആണത്. അള്ളാഹുവിൻ്റെ ആജ്ഞാശക്തി നിലകൊള്ളുന്ന ഒരു രംഗമാണത്. അല്ലാതെ അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ് എൻ്റെ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരമല്ല, പൂർണ്ണമായിട്ടൊരു ഉത്തരമാണ് ഖുർആൻ കൊടുത്തത്. ആ റൂഹ് നമ്മളിലുണ്ട്. ഈ റൂഹ് നിലകൊള്ളുന്നത് അത് ജഡികമല്ല. അറബിയിൽ പിന്നെ ലോജിക്കിൻ്റെ ഭാഷയിൽ മന്തിക്കിൽ പറയും മതായിന കൈഫമ, ഏത് എങ്ങനെ എപ്പോൾ ഏത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടാത്ത ലോകമാണ് ഗൈർ മാഖൂലാത്തുൽ ഹശർ. അത് ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്നേഹം എവിടെയെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. സ്നേഹം എപ്പോഴുണ്ടായി വെച്ചാൽ അതും പറയാൻ പറ്റില്ല. എപ്പോഴത് പോകുകയെന്ന് വെച്ചാൽ അതും പറയാൻ പറ്റില്ല. അത് സൂക്ഷ്മ ലോകമാണ്. മറ്റത് മെറ്റീരിയൽ വേൾഡാണ്, പ്രാപഞ്ചിക ലോകമാണ്. ഈ പ്രാപഞ്ചിക ലോകത്ത് കാണുന്നതല്ല റൂഹ്. അപ്പോൾ അത് എവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം അതിന് അപ്രസക്തമാണ്. പക്ഷേ നമ്മുടെ കൂടെ അതുണ്ട്. ഈ കൂടെയുള്ള റൂഹ് നമ്മൾ മരിക്കുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതിനെക്കുറിച്ച് മനസ്സിലാകുന്ന ഖുർആൻ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് അതിന് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞ പുസ്തകം അഹമ്മദ് ജമാഅത്തിൻ്റെ 2ാമത്തെ ഖലീഫ എഴുതിയ പുസ്തകമുണ്ട്. അല്ലെങ്കിൽ മീസാ സാഹിബ് തന്നെ എഴുതിയിട്ടുള്ള ഇസ്ലാം തത്വജ്ഞാനം എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്.
ആ റൂഹ് ആണ് പിന്നെ പരലോകത്തേക്ക് പോകേണ്ടത്. പരലോകത്തേക്ക് പോകുന്ന റൂഹ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം അതാണ്, ഇത് മിഥ്യയാണ്. വാസ്തവത്തിലുള്ള ലോകവും അതാണ്. ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഒരു നിഴലിനെ കണ്ടിട്ട് മരത്തിൻ്റെ നിഴൽ കണ്ടിട്ട് അതാ മരം എന്ന് പറയും പോലെയാണ് ഈ ലോകം. ഒറിജിനൽ മരം അപ്പുറം തന്നെ ഉള്ളത്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ റൂഹും റൂഹിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ശരീരവും ആ റൂഹിൻ്റെ എസൻസിലുള്ള വേറൊരു റൂഹാണ് നമുക്ക് കിട്ടുന്നത്. അതിവിടെ നമ്മുടെ ശരീരത്തിൽ റൂഹുണ്ട്, അതിൻ്റെ എസൻസാണത്. എന്നാൽ ഇവിടുന്ന് പരലോകത്തേക്ക് പോകുമ്പോൾ പരലോകത്ത് നമ്മുടെ റൂഹ് എന്ന് പറയുന്നത് ആ റൂഹാണ് ശരീരമായിട്ട് രൂപപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന റൂഹിന് ഇപ്പോൾ നമ്മളുടെ റൂഹിൻ്റെ ശക്തി ആ ശരീരത്തിന് തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അമേരിക്കനെ കുറിച്ച് ആലോചിക്കാനും ആഫ്രിക്കനെ കുറിച്ച് ആലോചിക്കാനും ഈ റൂഹിനാണ് ഈ കഴിവുള്ളത്. ആ ശക്തി ആ ശരീരത്തിന് തന്നെ കിട്ടുന്നു. അതിലാണ് അതിൻ്റെ യഥാർത്ഥമുള്ള എസൻസാണെന്ന് റൂഹുള്ളത്. അതുകൊണ്ടാണ് പരലോകത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അറിയണത്. അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു രംഗം കിട്ടുന്നത്. അതിന് സ്ഥലകാല പരിമിതിയൊന്നുമില്ല. അത് ആത്മനിഷ്ഠമായതുകൊണ്ട് ആത്മനിഷ്ഠമായ ലോകമാണത്. അതിനെന്താണെന്ന് നമുക്ക് ഇപ്പോൾ അത്ര വലിയ പാത്രം പടച്ചവൻ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ളതിന് തെളിവ് പടച്ചവൻ പറഞ്ഞൊരു സംഗതി നിങ്ങൾ സ്വപ്നത്തിനെ കാണുന്നില്ല. സ്വപ്നത്തിൽ ഞാൻ ഇവിടെ തന്നെ കടന്നുറങ്ങിയിട്ട് ഞാൻ പാമ്പിനെ കണ്ട് വിയർത്ത് വിളിക്കുന്നു. ഫാസ്റ്റർ പാമ്പുമില്ല, അവിടെ ഒരു ചുക്കുമില്ല, എൻ്റെ റൂഹാണ് അനുഭവിച്ചതെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഒരു അനുഭവത്തിൻ്റെ ഒരു സാക്ഷി നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതിന് വലിയൊരു ലോകം ഇനിയുണ്ട് എന്ന് ഖുർആൻ സിദ്ധാന്തിക്കുന്നുണ്ട്. ആ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ പിന്നെ വേറൊന്നും വിശ്വസിക്കാട്ടില്ല. ഇപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അള്ളാഹു മഹയ്യത്തിൽ സിഫത്തിൽ മാത്രമാണ് പറയുന്നത്. മഹയ്യത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം മഴയത്ത് സിഫത്ത് മുഖേന ഉണ്ടാവും. സിഫത്ത് മുഖേന അള്ളാഹു ദാത്തിയായിട്ട് അള്ളാഹ് ഇറങ്ങൂല. കൂടെ ദാത്തിയായിട്ട് കൂടെ അല്ല, കൂടെ എന്ന് പറയുന്ന വാക്ക് അള്ളാഹ്ക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എവിടെ എങ്ങനെ എപ്പോൾ എന്നുള്ള സാധനത്തിൽ അള്ളല്ല. അപ്പോൾ കൂടെ എന്നുള്ള പദം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ ടേം നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളൂ. ഇന്നല്ലാഹ മാന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എന്താണ് അതിൻ്റെ അള്ളാഹുവിൻ്റെ അത് സിഫത്തിലും പല പ്രശ്നങ്ങളുണ്ട്. സിഫത്ത് ഇപ്പോൾ റസൂലുള്ളാഹിക്ക് വെളിപ്പെട്ട സിഫത്ത് നമുക്ക് വെളിപ്പെടില്ല. സിഫത്തിലേറ്റ കുറച്ചുകളുണ്ട്. അപ്പോൾ അത് ഇന്നല്ലാഹ മായനാന്ന് റസൂലുള്ള പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് പറയുന്നത് സൗർ ഗുഹയിലുള്ള ആ മഴയത്ത് വേറെയാണ്. അള്ളാഹു ഇന്നല്ലാഹ മാസാബിരി എന്ന് പറഞ്ഞാൽ സാബിരിങ്ങളുടെ കൂടെ അള്ള ഉണ്ടായിരുന്ന മഴയത്ത് വേറെയാണ്. ഇന്നല്ലാഹ മായൽ മുത്തക്കിങ്ങളുടെ കൂടെ അള്ള ഉണ്ടെന്ന് പറയുന്നത് മഴ വേറെയാണ്. മായൽ മൊഹ്സിനിങ്ങളുടെ മഴയത്തുണ്ടെന്നത് വേറെയാണ്. ലാത്തഹസൻ ഇന്നല്ലാഹ മാന അറിയുമ്പോൾ മഴയത്തിന് വേറെയാണ് അർത്ഥം. അത് ആത്മീയമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അള്ളാഹ് ഇപ്പോൾ സൂര്യൻ എത്ര ശക്തിയായിട്ട് പ്രകാശിച്ചാലും കണ്ണാടിയാണെങ്കിൽ അതിൽ വേറെ റിഫ്ലക്ഷനാണ്, മണ്ണാണെങ്കിൽ വേറെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അത് അവരുടെ ആത്മീയ പദവിക്കനുസരിച്ചാണ് ആ മഴയത്ത് കിട്ടുന്നത്. അല്ല നമ്മളതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാവം ജഡികമായ ലോകത്തേക്ക് അതിനെ കൊടുന്നിട്ട് നമുക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. കാരണം അത് അല്ലാത്ത സാധനത്തിന് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ സ്നേഹത്തിനെ കൊടുന്നിട്ട് ഈ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ കാട്ടിക്കൊണ്ടാന്ന് പറയും പോലെയാണിത്. അത് ഇല്ലല്ലോ സാധനം. എല്ലാ സാധനത്തിനോട് പാത്രത്തിൽ കൊണ്ടുവരിക ജഡികല്ലല്ലോ അത്. ദാത്ത് വേറെ തന്നെയാണ്. ദാത്തിന് പിന്നെ അതിന് തൻസീഹി സിഫത്താണ് തസവുഫിന്റെ ഭാഷയിൽ പറയുന്നത്. അത് സ്ഥലമില്ല, അതാ പറയുന്നത്. സ്ഥലമില്ലല്ലോ. നമ്മൾ സ്ഥലം എന്ന് പറയുന്നില്ല, അതിൻ്റെ അപ്പുറത്താണിത്. നമ്മളെ ഭാവനയിൽ കാണാവുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെയും അപ്പുറത്താണ് ഈ സാധനം നിൽക്കുന്നത്. വറാ ഉൽ വറ, അതിൻ്റെ അപ്പുറത്ത്. പക്ഷെ അതിന് സ്ഥലം എന്നുള്ള വാക്ക് നമുക്ക് പറയാൻ പറ്റൂല. സൂര്യൻ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ലേ? വേർപാടെന്ന് പറഞ്ഞുകൂടല്ലോ. അതിന്റെ സിഫത്ത് കംപ്ലീറ്റ് അവിടെ പ്രകാശിക്കാൻ വേർപാട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ വിട്ടുത്തിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേർപെട്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ സിഫത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ ആ കാഴ്ച, അള്ളാഹുവിന്റെ ദാത്തിലുള്ള കാഴ്ച ഉണ്ടല്ലോ, ആ കാഴ്ച അതേപടി തന്നെയാണ് സൃഷ്ടികളിൽ കാണപ്പെടുന്നത്. അത് കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തന്നു, ആ രീതിയാണോ? അതല്ല അള്ളാഹുവിന്റെ ദാത്തിലുള്ള ആ സിഫത്ത് അത് സൃഷ്ടികളിൽ അള്ളാന്റെ മാറ്റത്ത് വേറെ സാധനം വേറെ എല്ലാം പറയുമ്പോൾ പിന്നെ അത് വേറെ ചോദിക്കണോ? വേറെ ഇല്ലല്ലോ. വേറെ അവിടെ അള്ളാഹ് കൊടുക്കുന്നത് വേറെ തന്നെയാണ്, നമ്മളത് വേറെയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കാഴ്ചക്ക് പരിമിതികളില്ല. അല്ല, അള്ളാഹുവിന്റെ കാഴ്ചക്ക് പരിമിതികളില്ലല്ലോ. പരിമിതി എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവാൻ പാടില്ലല്ലോ. അള്ളാഹ് എവിടത്തേക്കും കണ്ടു, എവിടേക്കും കാണാം. പക്ഷെ നമ്മളെ കാഴ്ചക്ക് പരിമിതി ഉണ്ടല്ലോ. ഉണ്ട്. അതന്നെ വിശ്ലേഷിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളല്ലാന്നല്ലേ ഞാൻ പറയുന്നത്.
നമ്മൾ എന്തെല്ലാം അള്ളാന്റെ മാതിരി അല്ല നമ്മൾ കൊടുക്കും പോലെ അല്ല അള്ള കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അന്തരല്ല, അതിന് അന്തരം എന്ന് പറയുന്നതിന് വിഡിത്താണ്. അതെവിടെ കിടക്കണം ഇതെവിടെ കിടക്കണം, അത് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? നമ്മളിപ്പോ ആനനെയും അണ്ണാനെയും വെച്ച് കണ്ട് പിന്നെ സിമിലാരിറ്റി പറഞ്ഞ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്, അതും ഇല്ലാത്തതാണത്. അപ്പൊ പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ട്, അതിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് വ്യക്തമാണെങ്കിൽ മാഷറിൽ തന്നെ പോകണം. നാളെ അള്ളാന്റെ തിരുമുഖം കാണുന്ന വേണം. അതെന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ഈ ശരീരം കൊണ്ട് പറ്റില്ല, റൂഹ് കൊണ്ട് പോയാൽ പറ്റുള്ളൂ. ആ റൂഹ് എന്ന് വരുന്ന ശരീരത്തിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിന്റെ ആ സിഫത്ത് ശരിക്കും നൽകിയ ഓന്റെ ആ ഗുണങ്ങൾ നമുക്ക് ഓന്റെ ഗുണമല്ലല്ലോ ഇത് ഈ കാണുന്നത്. അല്ല, ഓന്റെ ഗുണം എങ്ങനെ കിട്ടുക? നമ്മൾ അവന്റെ ഗുണങ്ങളുടെ ഒരു പ്രഭാവം നമുക്ക് നൽകി. ഉദാഹരണമായിട്ട് അള്ളാഹു വൽ ആഹിർ വൽ ബാത്തിൻ, അവൻ പ്രത്യക്ഷനുമാണ് പരോക്ഷനുമാണ്. വൽ അവ്വൽ വൽ ആഹിർ, അവൻ അന്ത്യനുമാണ് ആദ്യനുമാണ്. ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? രണ്ടും ഒരേ സമയം സൈമൾട്ടേനിയസ്ലി നമ്മളിലുണ്ടാവില്ലല്ലോ. അപ്പൊ അള്ളാഹു നമ്മക്ക് തരാൻ പറ്റിയത് തന്നിക്കണേ. അള്ളാഹുവിന്റെ പ്രഭാവം നമുക്ക് വെളിപ്പെടുത്താൻ പറ്റിയത് അവ തന്നിക്കണമെന്നല്ല. അള്ളാഹിന്റെ സിഫത്ത് മുഴുവൻ നമുക്ക് തന്നിട്ടില്ല, അതിനൊരു അംശം കിട്ടിയില്ല. ലോകത്ത് വെളിപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ സൂചി കടലിൽ കിട്ടാൽ അയിമ വരുന്ന വെള്ളത്തുള്ളിയാണെന്ന് പറഞ്ഞ് റസൂൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. ഈ സിഫാത്തുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സിഫാത്തുകൾ അള്ളാഹുവിന്റെ സിഫത്താണ്. ഞാനെന്താ വീണ്ടും വേണ്ടി ചോദിക്കാനുള്ള കാരണം, അള്ളാഹു കാണുന്നവനാണ്, നമ്മളും കാണുന്നവനാണ്. അപ്പോൾ അള്ളാഹു കാണുന്നവൻ നമ്മളും കാണുന്നവനായി കഴിഞ്ഞാൽ ശിർക്കായി. അള്ളാന്റെ കാഴ്ച വേറെയാണ്, നമ്മളെ കാഴ്ച വേറെയാണ്. എന്തായാലും ശിർക്കല്ല. ഏത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നിലും ഉണ്ട് ഇങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പറയണില്ലല്ലോ. അതാരെ പറഞ്ഞേ? എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഇപ്പൊ വിളക്ക് വേറൊരു വിളക്ക് കത്തിച്ചാലേ അതിമ തീജ് കുറയണമൊന്നുമില്ലല്ലോ. അവൻ അള്ള സൃഷ്ടിച്ച സൃഷ്ടിപ്പിലെ കുറയാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തിൽ നിന്ന് നമുക്കൊരു അംശം വന്നാൽ അള്ളാന്റെ സിഫത്ത് കുറയണമൊന്നുമില്ല അവിടെ. അപ്പൊ പിന്നെ നമുക്ക് തന്നത് വേറെയാണ്, അള്ളാന്റെ അടുത്തുള്ളത് വേറെയാണ്. നമ്മളത് അള്ളി ഒരേമാതിരി ആയോ എന്നുള്ള തോന്നലല്ലേ? അത് ലൈസക്ക മിസ്ലീഷൻ ഒരേമാതിരി ആവില്ലെന്ന് അള്ള തന്നെ പറഞ്ഞു. പിന്നെ എങ്ങനെ ശിർക്കാകുക? പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടാണ് ഇവിടെ പ്രശ്നം തന്നെ. അതായത് അവനെപ്പോലെ ഒന്നുമില്ല, അവനെപ്പോലെ ഒന്നുമില്ല. അവൻ കാണുന്നവൻ, അവൻ കാണുന്നവൻ എന്ന് പറഞ്ഞു പോയി ഓന്റെ ആവശ്യം. അത് നിങ്ങൾ ലേശോടെ ഒന്നുകൂടി പിന്നാകുമ്പോഴേ, ഒരു മൃഗം ഒരു സാധനം കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. ഈ രണ്ട് കാഴ്ചയിൽ എന്താണ് വ്യത്യാസം എന്നറിയാം. സയന്റിഫിക് ആയിട്ട് മൃഗം കാണുമ്പോൾ പണ്ട് കണ്ടതാണ് ഇങ്ങനെ നിൽക്കും, ഇപ്പൊ കണ്ടാണെങ്കിൽ എത്ര നോക്കണോട്ട് ഓടും. അനലൈസ് ചെയ്യൂല, കണ്ട മാത്രയിലുള്ള തീരുമാനമാണ് മൃഗത്തിനുള്ളത്. മനുഷ്യനങ്ങനെയല്ല, മനുഷ്യൻ അനലൈസ് ചെയ്യും എന്താണ് സാധനം കണ്ടതെന്ന്. അപ്പോൾ കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. സാധാരണയുള്ള സൃഷ്ടിപ്പിലുള്ള ഒരുപാട് സാധനങ്ങളുടെ കാഴ്ചയിൽ പല വ്യത്യാസങ്ങളുണ്ട്. വേറൊരു സംഗതി, ഞാൻ കാണുന്ന കളറല്ല നിങ്ങൾ കാണുന്ന കളർ. ഞാനൊരു സാധനത്തെ വൈറ്റായിട്ട് കാണുമ്പോൾ ആ വൈറ്റിനെ വൈറ്റ് എന്നുള്ള നിലക്ക് ഉപയോഗിക്കുമെങ്കിലും എനിക്കുള്ള ബ്രൈറ്റിങ്ങൾക്ക് ബ്രൈറ്റ് ഉണ്ടായിക്കോണമെന്നില്ല. തുല്യ കാഴ്ച ശക്തി ഒന്നും നഷ്ടപ്പെടും. അപ്പോൾ കണ്ണാടി വെച്ചിട്ടാണ്, കണ്ണാടി വെക്കാത്ത കാലത്തും കാഴ്ചയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ തമ്മിൽ തന്നെ ഉണ്ട്. കളറുകളെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാൻ കാരണം അതാണ്. പല കളറുകൾ ഇഷ്ടപ്പെടാൻ കാരണം കളറുകളുടെ മാനസികമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ആ കളറിൽ വ്യത്യാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മനുഷ്യനിൽ തന്നെ ഇത്രയും വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ വ്യത്യാസമൊന്നും അള്ള ഇട്ടുകൊടുത്തൊരു സംഗതിയാണത്. അതല്ലാതെ അള്ള കാണും പോലെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ കാണലും അള്ള കാണലും വേറെ തന്നെയാണ്. അതുകൊണ്ട് അതിൽ ശിർക്ക് വരില്ല. അള്ള കാണും പോലെ നമ്മൾ കാണുക, നമ്മൾ കാണും പോലെ അള്ള കണ്ട നമ്മളും അള്ള ഒരേ മാതിരിയാവും. അപ്പോൾ അടങ്ങാറാവും. അപ്പൊ തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ട്, കാരണം അതിന്റെ ദൈവത്തിന്റെ ഒരു കണ്ട നമ്മളെടുത്തുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ നിങ്ങൾ പറയുന്നത് ഇത് അന്തിമ വിശകലനത്തിലുള്ള വിഷയമാണ് നമ്മൾ പറയുന്നത്. അതെ അതെ, അലൈഹിസ്സലാം എഴുതിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്ന കാര്യം. ഇതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടോ വിഷയമുണ്ട്? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ അള്ളാഹുവിന് പങ്കുവെക്കുക, അള്ളാഹു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓന്റെ കഴിവിനെ ഓൻ കൊടുത്തു എന്നായി മനസ്സിലാവണോ? അള്ളാഹു പറയുന്നത് എന്താണ്, ഞാൻ കഴിവിനെ കൊടുക്കണില്ല, അവന് കൊടുക്കാനുള്ള ഒരു സാധനം വേറെ വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണേ. കൊടുക്കാനുള്ള നമ്മള് പിന്നെ
സക്കാത്ത് കൊടുക്കാൻ വേണ്ടി സ്വത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളെ സ്വത്തൊക്കെ എടുത്ത് കൊടുത്തു എന്നല്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് സക്കാത്ത് കൊടുത്ത്. അതേപോലെ സൃഷ്ടികൾക്ക് ഓരോന്നിനും കൊടുക്കാൻ വേണ്ടി അള്ള വെച്ച സാധനം ഉണ്ട്, അത് അള്ള എടുത്ത് കൊടുത്ത്. അള്ളാൻ്റെ സാധനം അള്ളാഹ്ക്ക് വേറെ ഉണ്ട്, അത് അള്ളയും എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ പങ്കൊന്നുമില്ല കൊടുത്തിട്ട്, പങ്കൊന്നും കൊടുത്തിട്ടില്ല. സൃഷ്ടിക്ക് എന്താണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അവൻ്റെ പാത്രത്തിൽ കൊള്ളാൻ വേണം അത്ര കൊടുത്ത്. അള്ളാഹിൻ്റെ അടുത്ത് വേറെ എന്തൊക്കെയുള്ളത് സാധനം. ഒരു വസ്തുവിലും അവനെന്താക്കരുത്, പങ്ക് ചേർക്കരുത് പറയും. ഒരു വസ്തുവിലും ഇപ്പോൾ അള്ളാഹു ഒരു ചർച്ച, വിശാലമായിട്ടുള്ള ചർച്ചയാണ്. അതിനൊരു രാഷ്ട്രീയ ചർച്ചയാണ് നന്നാവാന്ന്. ആയിക്കോട്ടെ, പിന്നെ ഒരിക്കാവാ. വേറെ സംഗതി മിതാവുൽ അഹമ്മദ് ഇസ്ലാം പറഞ്ഞ സംഗതി എന്താ അറിയാം? 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊത്താൻ പറ്റില്ല ചർച്ച ചെയ്തിട്ടാണ്. അള്ള അത് മുഴുവൻ നിങ്ങൾക്ക് ഉൾക്കൊണ്ട നിങ്ങൾ അള്ളയാവും. അപ്പം നിങ്ങളാണ് അള്ള അറിയേണ്ടി വരും. കാരണം അള്ളാൻ്റെ എല്ലാ കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ അള്ളാനൊക്കെ വലിയ നമ്മൾ തന്നെയാണല്ലോ. മറ്റൊരു കാര്യം മലക്ക്, വേറൊരു കാര്യം അർശ്, വേറൊരു കാര്യം ശൈത്താൻ അല്ലെങ്കിൽ ഇബ്ലീസ്. ഈ 3നെയും കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാർത്തയ്ക്ക് ഒരു അന്തിമ വിശകലനത്തേക്ക് എത്താൻ കഴിയില്ല. ആരും എത്തിച്ചിട്ടില്ല. അത് നമുക്ക് കിട്ടാവുന്ന നമ്മുടെ പാത്രത്തിൽ കൊള്ളാവുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, അള്ളാനെ കണ്ടോണ്ട് അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന വൃത്തിയുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനത്തല്ലേ ഞങ്ങൾ അതായത് അള്ളാഹു നൽകിയ സിഫത്തുകൾ അവൻ നമ്മളുമായിട്ട് അവന്റെ ദാസിയായിട്ട് നമ്മുടെ കൂടെ ഇല്ല. അതന്നെ ഈ കൂടെ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ടേമാണ്. നമ്മൾ പൂച്ചന്റെ ഭാഷ അത്രേ ഉള്ളൂ ആ ഒരു രീതി. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ അള്ളാഹു എത്രയോ പിന്നിലായിട്ട് നമ്മളെ അകന്ന് നിൽക്കും. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്, അപ്പുറത്തിന്റെ അപ്പുറത്ത് എന്ന് പറയണം. അതിന് തൻസീഹി സിഫത്ത് എന്ന് പറയാം. അത് സൃഷ്ടികളിലേക്ക് കലരാത്ത സിഫത്താണ് അള്ളാഹ് ദാത്ത്. അതായത് ദൈവേതര സംശുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അള്ളാഹുവിനല്ലാത്തവർക്ക് ആർക്കും ഇല്ലാത്ത, അള്ളാഹ്ക്ക് മാത്രമുള്ള ശുദ്ധമായിട്ടുള്ള സിഫത്ത്. അതിനങ്ങോട്ട് കൊടുത്തിട്ടില്ല അള്ളാഹ്. അവൻ ക്ലോസ് ചെയ്ത 2 മിനിറ്റ് എവിടെയെങ്കിലും കിടക്കട്ടെ. നമ്മുടെ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്.